ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പം വീഡിയോ ഇട്ടിട്ട് ഏതാണ്ട് ഒരു വർഷം അടക്കാറായെന്ന് തോന്നും. ചെറിയ ചെറിയ കാരണങ്ങളും എൻ്റെ മടിയും ഒരു വൈബില്ലായ്മയും ഒക്കെ കാരണം ആണ് വീഡിയോ ഇടാഞ്ഞ്. എല്ലാവരും ചാനലിൻ്റെ പേരൊക്കെ മറന്നു പോയി കാണുമെന്ന് എനിക്കറിയാം. എന്നാലും താഴെ നോക്കി ചാനലിൻ്റെ പേര് നോക്കി ആ പേര് കിടക്കുന്നിടത്ത് ഇപ്പുറത്തൊരു സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കി സബ്സ്ക്രൈബ് ചെയ്തോ. നമ്മളിപ്പോൾ ഏതായാലും ഒരു ചെറിയ ട്രിപ്പൊക്കെ സെറ്റ് ചെയ്ത് പോകാൻ ഇറങ്ങിയേക്കുവാണ്. നമ്മളിപ്പം നമ്മുടെ പ്ലാനിൽ തിരുച്ചി, കോയമ്പത്തൂർ, പോണ്ടിച്ചേരി ഒക്കെ ആണ് മനസ്സിൽ കിടക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. സോ നമുക്ക് ഏതായാലും പോയി തന്നെ നോക്കാം. വെള്ളപ്പൊക്കം ഫ്ലഡും രണ്ടും ഒന്നാണല്ലോ അല്ലേ, ഈ വെള്ളപ്പൊക്കമാണെന്നൊക്കെ പറയുന്നത് കേട്ടു. സോ നമുക്ക് പോയി നോക്കാം. അപ്പം എൻ്റെ നാടായ മണിമലയിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഓടി എവിടെ വരെ എത്തി? മുണ്ടക്കയം എടുക്കാറായി അല്ലേ? ഓക്കെ, നമ്മളപ്പം എത്തി മുണ്ടക്കയം വരെ എടുക്കാറായി. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും, അല്ല എൻ്റെ ഒരാളെൻ്റെ ഫ്രണ്ടും ഒരാളെൻ്റെ ചേട്ടനുമാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ഒരു ഹിമാലയനും പിന്നെ എൻ്റെ റേക്കുമാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു റേ എടുത്തായിരുന്നു കേട്ടോ. ഞാൻ ഒരു അപ്ഡേറ്റ്സ് ഒന്നും തന്നില്ലായിരുന്നു. നമ്മളൊരു റേ എടുത്തായിരുന്നു, അതായത് യമഹ റേ എന്നും പറഞ്ഞ്. ഞാൻ ആ വണ്ടിയിലാണ്, എൻ്റെ ചേട്ടനും കൂട്ടുകാരനും കൂടെ ഹിമാലയനിൽ. ചേട്ടൻ പില്ലനായിട്ടിരിക്കും, പിന്നെ ഇടയ്ക്ക് വണ്ടി ഓടിക്കും, അങ്ങനെ ഇങ്ങനെ. സോ ഇപ്പോൾ ഒക്കെ അത്രയേ ഉള്ളൂ. പിന്നെ രാത്രിയിലത്തെ കുറച്ച് വിഷ്വൽസൊക്കെ കാണിക്കാം. അതിൻ്റെ മുന്നായിട്ട് ആദ്യം നല്ല വിശപ്പുണ്ട്. ആദ്യം ഏതെങ്കിലും നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് വല്ലതും കയറി കഴിക്കട്ടെ. പിന്നെ രാത്രിയിലെ നല്ല നല്ല വിഷ്വൽസൊക്കെ നമുക്ക് കണ്ട് പതുക്കെ അങ്ങ് ചില്ലടിച്ച് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടൽ കണ്ട് നിർത്തി. നമുക്കുള്ള പൊറോട്ടയാണ് ആ ചേട്ടൻ നല്ല ഉഷാറായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് നീ കുട്ടിക്കാനം കയറാം. കുട്ടിക്കാനം അവിടെ ഓപ്പൺ കിച്ചണിൽ നല്ല അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് കിട്ടുമെങ്കിൽ അതും കൂടെ ഒന്ന് വാരിയല്ല മേടിച്ച് കുടിക്കണം. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, പോരെ. അങ്ങനെ നമ്മൾ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ റൈഡ് പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് കുട്ടിക്കാനം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുന്ന കാര്യം, അവിടെ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ ചെല്ലുമ്പോൾ ഏതാണ്ട് 12 മണിയൊക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ കയറാം, ഇല്ല നേരെ വിട്ടങ്ങ് പോയേക്കാം. നമ്മളങ്ങനെ കുട്ടിക്കാനം എത്തി. കുമളി 36, കട്ടപ്പന 40, വാഗമൺ 23, പീരിമേട് 4, തേക്കടി 41. നമുക്ക് ഇവിടുന്ന് എങ്ങോട്ട് വല്ല പോകണ്ടേ? നമുക്ക് പോണ്ടിച്ചേരി വിടാം. പോണ്ടിച്ചേരി ബോയ്. അങ്ങനെ നമ്മൾ വണ്ടിപ്പെരിയാർ എത്തി. ഇനി ഇവിടുന്ന് എനിക്ക് തമിഴ്നാട് ബോർഡറിലോട്ട് ഏതാണ്ട് 10-20 കിലോമീറ്റർ ഉണ്ട്. സോ അത് കഴിഞ്ഞാൽ തമിഴ്നാട്. ഈ റോഡിൻ്റെ ശൈലികളൊക്കെ മാറിയൊക്കെ നല്ല അടിപൊളി റോഡാവും. നല്ല രസമാണ് തമിഴ്നാട്ടിലെ റോഡ്. നമ്മുടെ റോഡിലെ പോലെ ലിമിറ്റേഷൻസ് സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിലെ റോഡിൽ കുറവാണ്. സോ തമിഴ്നാട്ടിലെ റോഡിൽ കയറിയിട്ട് വേണം നമുക്കൊന്ന് അടിച്ച് പൊളിച്ച് പോകാൻ. ഓ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ തമിഴ്നാട് കയറിയിരിക്കുകയാണ്. നല്ല ഉഷാർ റോഡാണ്. നമ്മുടെ കേരളത്തിലെ റോഡിൻ്റെ ഒരു സ്ട്രക്ചർ ടോട്ടലി ഇപ്പുറത്തോട്ട് കയറിയപ്പോൾ തന്നെ നമുക്ക് ആ മാറ്റം അറിയാൻ പറ്റുന്നുണ്ട്. വാവ്. അങ്ങനെ കുമളിയും കമ്പവും തേനിയും ഒക്കെ താണ്ടി വത്തളകുണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മളെത്തി. ഇവിടുന്ന് ഏതാണ്ട് 130 കിലോമീറ്റർ അല്ലേ? 138 കിലോമീറ്റർ മിച്ചം കൊണ്ട് നമുക്ക് തൃച്ചിക്ക്. സോ ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് ടീ താനേ? ആഹാ, ഇപ്പം രാത്രി സമയം എന്നായി കാണുമല്ലേ? 2:30 മണിക്ക് നല്ല ചൂട് ചായ. ആഹാ,
ഇപ്പോൾ ഏതാണ്ട് 200 കിലോമീറ്റർ കണ്ടിന്യൂസ് റൈഡിന് ശേഷം ഒരു ചായയൊക്കെ കുടിക്കാൻ നിർത്തി. എന്തോ ഒരു ചായ കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, അതുകൊണ്ട് ചായ കുടിക്കാൻ നിർത്തി. നല്ലൊരു അടിപൊളി ചായ കുടിച്ചു. ഇനി നമുക്ക് പതുക്കെ നീങ്ങാം. ഇനിയൊരു എത്ര കിലോമീറ്റർ കഴിഞ്ഞാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു ചായയും കൂടെ കുടിച്ച് അങ്ങ് ഉഷാറായിട്ട് നമുക്ക് പോവാം. അപ്പം ഇപ്പം റൈഡ് കണ്ടിന്യൂ ചെയ്യാം. നമുക്കിനി തൃച്ചി എത്താൻ ഏതാണ്ട് 200 കിലോമീറ്ററോടെ പാസ് ചെയ്താൽ മതി. എനിക്കൊന്ന് ഇപ്പോൾ സമയം ഏതാണ്ട് 2 മണി ഏതാണ്ടായി. പക്ഷേ രാത്രി ആയതുകൊണ്ട് വണ്ടി ഓടിക്കാൻ നല്ല സുഖമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രിക്ക് വണ്ടി ഓടിക്കാൻ. നല്ല സുഖമല്ല, വേറെ പ്രത്യേകിച്ച് വണ്ടികളൊന്നുമില്ല, നേരെ വിട്ടടിച്ചങ്ങ് പോയാൽ മതി. പിന്നെ ഇടയ്ക്ക് ചില ഡിപ്പെൻസ് ചിലപ്പോൾ എനിക്ക് ട്രാഫിക്കിൻ്റെ ഇടയ്ക്കൂടെ കൊത്തി കയറ്റി പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കറൻറ്റ്ലി ഇപ്പോൾ എനിക്ക് രാത്രിക്ക് ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഓടിച്ചു പോകാൻ നല്ല സുഖമാണ്, നല്ല റോഡും. നമ്മളങ്ങനെ തൃച്ചിയിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. രാവിലത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ കൂടെ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകാൻ എന്നെ സുഖം അറിയോ. ആഹാ. അങ്ങനെ 6 മണിക്കൂറത്തെ റൈഡിന് ശേഷം നമ്മൾ തൃച്ചിയിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ മാറി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെ വന്നു. അപ്പോൾ ഒരു ബാക്കി ട്രിപ്പൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇപ്പം സമയം ഏതാണ്ട് എനിക്കൊന്ന് 8 മണിയായിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് ഇടയ്ക്കൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ച് ആണ് വന്നേ. ആ വിഷ്വൽസ് ഒന്നും വലിയായിട്ടില്ല, എന്താണെന്ന് വെച്ചാൽ രാത്രിയാണ്, അതുകൊണ്ട് വലിയായിട്ടൊന്നും കാണാനില്ല, അതുകൊണ്ട് ഞാൻ വലിയായിട്ട് എടുത്തില്ല. സോ നമ്മൾ പകൽ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോകുന്ന വീഡിയോസ്. ഇവിടെ അടുത്തൊരു ഫോട്ടൊക്കെ ഉണ്ട്, ആ ഫോട്ടൊക്കെ പോയി കാണാം, അതിൻ്റെ വീഡിയോസും ഒക്കെ കാണാം.